നമസ്കാരം എല്ലാവർക്കും, സുഭാഷ് സാറാണ്. നമ്മുടെ കീം എൻട്രൻസിന്റെ ഫൈനൽ ആൻസർ കീ പബ്ലിഷ് ചെയ്തു എന്ന് പറഞ്ഞാൽ ആ പ്രൊവിഷണൽ ആൻസർ കീയിലുണ്ടായ കുറെ കുഴപ്പങ്ങൾ, മീൻസ് അതിനുള്ളിലുണ്ടായ ചേഞ്ചസുകളാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ ലക്ഷ്യം. അപ്പം എല്ലാവരും ഇതൊന്ന് കണ്ടേക്കണം. കാരണം അവരുടെ ഇത് കുറെ ക്വസ്റ്റ്യൻസുകളുണ്ട്. ഇത് റാങ്കിനെ ഒന്ന് മാറ്റിമറിക്കുന്ന രീതിയിൽ കൂടി ആയിരിക്കാം നിങ്ങളിപ്പോൾ ചെയ്തതും. അതിനെന്തെങ്കിലും ചേഞ്ച് ഉണ്ടായിട്ടുണ്ടോ എന്നൊക്കെ കൃത്യമായിട്ട് അറിയാം. നമ്മുടെ 23-ാം തീയതി ആണ് നമ്മുടെ സ്റ്റാർട്ട് ചെയ്തത്. അന്നത്തെ എക്സാമില് നമ്മുടെ ക്വസ്റ്റ്യൻ നമ്പർ ഈ പറയുന്നതൊക്കെ 31, 77, 89, 111 ഈ 4 ക്വസ്റ്റ്യൻസുകൾക്കാണ് ചേഞ്ച് ഉണ്ടായിരിക്കുന്നത്. അവർ നേരത്തെ നമ്മുടെ പ്രൊഫഷണൽ പബ്ലിഷ് ചെയ്തത് ഇത് ബി എന്ന് പറയുന്ന ആൻസർ ആയിരുന്നു, ഇതും ബി ആയിരുന്നു, ഇത് എ ആയിരുന്നു, ഇത് സി ആയിരുന്നു. ഇനി ഇതിലുണ്ടായ റിവൈസ്ഡ് ആയിട്ടുള്ള പുതിയ രീതി കൂടെ വന്നപ്പോൾ ഇതിനകത്ത് ഇത് ഡിലീറ്റഡ് ആയിട്ടുണ്ട് കേട്ടോ. അടുത്തതും ഡിലീറ്റഡ് ആണ്, അടുത്തത് സി ഓപ്ഷൻ ആണ്, അടുത്തതും ഡിലീറ്റഡ് ആണ്. എന്നാൽ 3 എണ്ണവും ഡിലീറ്റ് ചെയ്തു. ആ 89-ാമത്തെ ക്വസ്റ്റ്യനിലെ എ എന്നുള്ളത് സി ആക്കി മാറ്റിയിട്ടുണ്ട്. ഇതാണ് 23-ാം തീയതി സംഭവിച്ച കാര്യം. ഇത് എഞ്ചിനീയറിംഗിന്റെ കാര്യമാണ്. നെക്സ്റ്റ് 25-ാം തീയതി ഉണ്ടായ സംഭവമാണ് അടുത്തത്. 25-ാം തീയതി അവിടെ ഉണ്ട് കുറെ ക്വസ്റ്റ്യൻസുകളുണ്ട്, 4 ക്വസ്റ്റ്യൻസ് ഉണ്ട്. 87-ാമത്തെ ക്വസ്റ്റ്യനിലുണ്ട്, 100-ാമത്തെ ക്വസ്റ്റ്യൻ ഉണ്ട്, 112 ഉണ്ട്, 150 ഉണ്ട്. ഈ 4 ക്വസ്റ്റ്യൻസുകൾക്കാണ് അവിടെ ഉണ്ടായ ചേഞ്ചസുകൾ. അവിടെ തന്നേക്കുന്നത് നേരത്തെ തന്നിരുന്നത് ഡി എന്ന് പറയുന്ന ഓപ്ഷൻ ആയിരുന്നു, ഇവിടെ ഇ ആയിരുന്നു, ഇത് ബി ആയിരുന്നു, അടുത്തത് ഇ ആയിരുന്നു. ഇതായിരുന്നു 4 ഓപ്ഷൻസ് തന്നിരുന്നത്. ഇപ്പൊ റിവൈസ്ഡ് വന്നപ്പോൾ ഇതിനകത്ത് ഇത് ഡിലീറ്റഡ് ആയിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ ഡിലീറ്റഡ് കുറെ ആയിട്ടുണ്ട് കേട്ടോ. അടുത്തതും ഡിലീറ്റഡ് ആണ്. അടുത്തത് എ ഓപ്ഷൻ ആണ് കേട്ടോ, കറക്റ്റ് ആവുന്നത് എ ഓപ്ഷൻ ആണ്. അടുത്തത് ഇ 4 എണ്ണം 150-ാമത്തെ ക്വസ്റ്റ്യനില് ഇ ആണ്, അതും ഡിലീറ്റഡ് ആയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അവിടെയും 4 എണ്ണത്തില് 1 എണ്ണം മാത്രമേ ചേഞ്ച് ആയിട്ടുള്ളൂ, ബാക്കി 3 എണ്ണം ഡിലീറ്റഡ് ആയിട്ടുണ്ട്. അപ്പൊ അത്രയാണ് അന്നത്തെ ദിവസത്തെ കാര്യം. നെക്സ്റ്റ് 26 ആണ് കേട്ടോ. 26-ാം തീയതിത്തെ കാര്യം വരുമ്പോൾ അവിടെ നിങ്ങൾക്ക് 2 ക്വസ്റ്റ്യനേ ഉള്ളൂ, 64-ഉം 84-ഉം. ഈ 2 ക്വസ്റ്റ്യൻസുകൾക്ക് മാത്രമേ ചേഞ്ച് ഉണ്ടായിട്ടുള്ളൂ. 64-ല് സി ആയിരുന്നു ഓപ്ഷൻ പറഞ്ഞിരുന്നത്, അടുത്തത് ബി ആയിരുന്നു. അവിടെ ചേഞ്ച് ഉണ്ടായിരിക്കുന്നത് സി മാറി കറക്റ്റ് ആയിരിക്കുന്നത് ബി ആയിട്ടുണ്ട്. ബി എന്നുള്ള ഈ 2-ാമത്തേത് ഡിലീറ്റഡും ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ 26-ാം തീയതി സംഭവിച്ച കാര്യങ്ങൾ. നെക്സ്റ്റ് 27-ാം തീയതി കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ. 1, 2, 3, 4, 5, 6 ക്വസ്റ്റ്യൻസുകൾക്ക് 27-ാം തീയതിനുള്ളിൽ ചേഞ്ചസ് ഉണ്ട് കേട്ടോ. ആ ചേഞ്ചസ് വന്നേക്കുന്നത് 11, 29, 42, 55, 89, അടുത്തത് 114. ഇത്രയും ക്വസ്റ്റ്യൻസുകൾക്ക് ചേഞ്ച് ആയിട്ടുണ്ട്. ആ ചേഞ്ച് ആയ കാര്യങ്ങൾ എന്തൊക്കെയാന്ന് കേട്ടോണം. ബി, ബി, സി, ഇ, എ, ബി ഇത്രയായിരുന്നു നേരത്തെ തന്നിരുന്ന ഓപ്ഷൻസുകൾ. ഇപ്പോൾ അത് മാറി വന്നേക്കുന്നത്, ആഹാ കൊള്ളാമല്ലോ, ഇതെല്ലാം ഡിലീറ്റഡ് ആമനെ, ഇതെല്ലാം ഡിലീറ്റഡ് ആണ് കേട്ടോ. ഇവിടെ വരെയും ഡിലീറ്റഡ് ആണ്. ആ ലാസ്റ്റ് 114-ാമത്തെ ക്വസ്റ്റ്യൻ ബി എന്നുള്ളത് എ ആക്കിയിട്ടുണ്ട്. അത്രയേ ഉള്ളൂ. അപ്പം ഇത്രയും 5 എണ്ണവും ഡിലീറ്റഡ് ആയി പോയേക്കാണ്. ഓക്കെ, അപ്പൊ അവിടെയൊക്കെ നമുക്ക് 5 ക്വസ്റ്റ്യൻസുകൾ നിങ്ങളിപ്പോൾ കണക്ക് കൂട്ടിയിട്ടുണ്ടെങ്കിൽ അവിടെയൊക്കെ ഒന്ന് തെറ്റിട്ടുണ്ട്. നെക്സ്റ്റ് 28 ആണ്. 28-ാമത്തെ കാര്യം പറയുമ്പോൾ 28-ഉം കുറേ ഉണ്ടല്ലോ. 65-ാമത്തെ ക്വസ്റ്റ്യൻ ഉണ്ട്, പിന്നെ 99 99 ഉണ്ട്, 131 ഉണ്ട്, 140 ഉണ്ട്, 127 ഉണ്ട് കേട്ടോ. 5 ക്വസ്റ്റ്യൻ അവിടെ ഉണ്ട്. അവിടെ വന്നേക്കുന്നത് 65-ന് എ ആണ് കറക്റ്റ്. അവിടെ നേരത്തെ പറഞ്ഞിരുന്നത് എ, ഡി, സി, എ, ഡി, സി, എ, ബി ഇതായിരുന്നു നേരത്തെ തന്നിരുന്നത്. ഇനി അത് റിവൈസ് ചെയ്ത് വന്നപ്പോൾ ഉണ്ടായ ചേഞ്ചസുകൾ ഫുൾ ഡിലീറ്റഡ് കേട്ടോ. ഫുൾ എല്ലാം ഡിലീറ്റഡ് ആയിട്ടുണ്ട് കേട്ടോ. അവിടെ ഫുൾ ഡിലീറ്റഡ് ആക്കിയേക്കുവാണ്. അപ്പൊ ഇതാണ് 28 സംഭവിച്ചത്.
ഇനി 29 കേട്ടോ. 29 സംഭവിച്ചത് 2, 39, 41, 74, 108, 117 ഇത്രയും ക്വസ്റ്റ്യൻസുകൾക്കാണ് ചേഞ്ച് ഉണ്ടായിരിക്കുന്നത്. EB, ED, E, B, E, D, E, A ഇതായിരുന്നു നേരത്തെ പറഞ്ഞിരുന്ന ആൻസർ. അതിപ്പോൾ വന്നപ്പോൾ അതും നല്ല രസമുണ്ട് കാണാൻ കേട്ടോ. ഫുൾ ഡിലീറ്റഡ് കേട്ടോ. അയ്യോ, അപ്പൊ ഡിലീറ്റഡ് ഇഷ്ടം പോലെ ആയിപ്പോയി. സാധാരണ ഇത്രയും ഡിലീറ്റഡ് വരുന്നതല്ല, ഈ വർഷം ഇത്രയും ഡിലീറ്റഡ് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ബാക്കി കഥകളും കാര്യങ്ങളും ഒക്കെ നമ്മൾ ഇത് ബേസ് ചെയ്തുകൊണ്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ഇനിയും വരുന്ന ചാനലുകളിൽ ക്ലാസ്സുകളിൽ കാണും. നിങ്ങളെല്ലാം ഈ ചാനൽ ഒന്ന് ഫോളോ ചെയ്തേക്കണം. നിങ്ങൾക്ക് വേണ്ട എല്ലാം കൃത്യമായിട്ട് തരും. അപ്പൊ നിങ്ങളിപ്പോ എഴുതിയൊക്കെ നോക്കി തന്നെ ഇത്രയൊക്കെ ഒന്ന് നോക്കുക. അപ്പൊ നിങ്ങൾ ഇതൊക്കെ പലതും ആൻസർ ശരിയാണെന്ന് വിചാരിച്ചുകൊണ്ട് മാർക്ക് കൂട്ടിയിട്ടുണ്ടാവും. ഇത്രയും ഡിലീറ്റഡ് ആയിട്ടുണ്ട്. അപ്പൊ അതിനനുസരിച്ച് ഇനി ലാസ്റ്റിൽ നമ്മുടെ മാർക്കിന് വ്യത്യാസം വരും കേട്ടോ. അത് എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് കൃത്യമായിട്ട് നിങ്ങളെ ഒന്ന് അറിയിക്കും. അതിനനുസരിച്ചായിരിക്കണം മാർക്ക് നിങ്ങൾക്ക് ഇനി കൂട്ടിയെടുക്കേണ്ടത്. അപ്പോൾ ഈ വർഷം എനിക്ക് തോന്നുന്നു ഇഷ്ടംപോലെ ഡിലീറ്റഡ് ആയിട്ടുണ്ട്. അതിന്റെ റീസൺ പലതാണ്. ഇനി നമ്മുടെ ഫാർമസിയുടെ ഉണ്ട്. ഫാർമസി നമുക്ക് വേറെ ദിവസം ചെയ്യാം കേട്ടോ. അപ്പൊ എല്ലാവരും ഇതൊന്ന് കൃത്യമായിട്ട് നന്നായിട്ട് നോക്കിക്കോ. എല്ലാവരും അവരുടെ ആൻസർ കീ ഒക്കെ ഒന്ന് എടുത്ത് നോക്കുക കേട്ടോ. ഗുഡ് ബൈ.